ന്യൂസിലേക്ക് സ്വാഗതം. സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും പലപ്പോഴും ചർച്ചകളായി. സനാതന ധർമ്മവും ഹിന്ദുധർമ്മവും ഒക്കെ എപ്പോഴും പറയുമ്പോഴും അതിനെക്കുറിച്ച് BJP വാചാലരാകാറുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക് സംഘവും ഹിന്ദു ക്ഷേത്ര സംരക്ഷണ സമിതിയും ഒക്കെ പലപ്പോഴും അതിനോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ ഉദയനിധി സ്റ്റാലിൻ, അതായത് ഇപ്പോഴത്തെ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി, ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ തിരിച്ചു പ്രതികരിച്ചിരിക്കുന്നത് ആന്ധ്രയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള പവൻ കല്യാൺ. സനാതന ധർമ്മത്തെ നശിപ്പിക്കാനാവില്ല എന്നും അതിന് ശ്രമിക്കുന്നവരെ തുടച്ചു നീക്കുമെന്നുമാണ് ഇപ്പോൾ പവൻ കല്യാൺ പറഞ്ഞിരിക്കുന്നത്. പണ്ട് ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സമീപനം ഉദയനിധി സ്റ്റാലിൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് അവരുടെ രാഷ്ട്രീയമുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മേന്മയുണ്ടായിരുന്നു, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മേന്മയുണ്ടായിരുന്നു. അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സിദ്ധാന്തമല്ല എന്നും സനാതന ധർമ്മത്തെ ഹിന്ദു പാർട്ടികളുടെ അല്ലെങ്കിൽ ഹിന്ദു പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്നവരുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിടേണ്ട ആവശ്യമില്ല എന്നും അതിലൂടെ അർത്ഥമാക്കുവാനും ഉദയനിധി ശ്രമിച്ചു. പക്ഷെ ഇപ്പോൾ ഈ സനാതന ധർമ്മത്തിനെതിരെ പറയുന്നത് മുന്നറിയിപ്പുമായി, പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുന്നറിയിപ്പുമായിട്ടാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ രംഗത്തെത്തിയിരിക്കുന്നത്. സനാതന ധർമ്മത്തെ നശിപ്പിക്കാനാവില്ലെന്നും ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അവരെ തുളച്ചു നീക്കുമെന്നുള്ള പവൻ കല്യാണിന്റെ പ്രസ്താവന രാഷ്ട്രീയ പോരിലേക്ക് വേണമെങ്കിൽ പോയേക്കാം. കാരണം അത്തരത്തിൽ അതെത്താവുന്ന സാധ്യതയുമുണ്ട്. ഡെങ്കി, മലേറിയ വൈറസുകളെ പോലെ തുളച്ചു നീക്കപ്പെടേണ്ടതാണ് സനാതന ധർമ്മം എന്ന തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ ഒരു പഴയ പ്രസ്താവനയെ ഉന്നമിട്ടുകൊണ്ട് തന്നെയായിരുന്നു പവൻ കല്യാണിന്റെ ഈ പരാമർശം എന്ന് പറയുന്നത്. പണ്ട് ഈ തമിഴ്നാട് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിലായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ ഈ പരാമർശം ഉണ്ടായത്. അതായത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് എതിർക്കാൻ കഴിയില്ല, അവ ഇല്ലാതാക്കാൻ മാത്രമേ കഴിയൂ. ഇപ്പൊ ഡെങ്കി, കൊതുകുകൾ, മലേറിയ, കൊറോണ പോലുള്ളവയെ നമുക്ക് എതിർക്കാൻ കഴിയില്ല. കാരണം അവയെ ഇല്ലാതാക്കുക, അവയെ തുടച്ചു നീക്കുക, അതുപോലെയാണ് സനാതന ധർമ്മം എന്നാണ് അന്ന് ഉദയനിധി പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സനാതന ധർമ്മത്തെ നമുക്ക് തുടച്ചു നീക്കണം എന്നായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവന പോലും. ഇത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയും RSSുമായി ബന്ധപ്പെട്ടുവന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള അണ്ണാമലൈ, അതായത് തമിഴ്നാട്ടിൽ, അദ്ദേഹം വലിയ പ്രക്ഷോഭങ്ങളൊക്കെ അതിനെതിരെ നടത്തുകയും ചെയ്തു. പക്ഷെ അതൊക്കെ ഇപ്പോൾ അണഞ്ഞാവിയായി മാറി എന്നുള്ളതാണ്. പവൻ കല്യാണിന്റെ പരാമർശത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്, അങ്ങനെ പറയുന്ന പ്രസ്താവനയ്ക്കെതിരെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നാണ്. ഇവിടെ തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡ്ഡു വിവാദത്തിന് ശേഷം നിരന്തരം ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തി വരികയാണ്. പവൻ കല്യാൺ തിരുപ്പതി ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകളിൽ നേരിട്ട് പങ്കെടുക്കുവാൻ പവൻ കല്യാൺ ഈ പ്രായശ്ചിത്ത ദീക്ഷ വരെ സ്വീകരിച്ചുകൊണ്ടെത്തിയ ഒരു വ്യക്തി കൂടിയാണ്. പവൻ കല്യാൺ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. മുൻപ് ഇതേ പവൻ കല്യാൺ ഒരു 15 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ചിരഞ്ജീവി അവർ കൊണ്ടുവന്ന ഒരു ചിരഞ്ജീവിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് നിന്നുകൊണ്ട് പവൻ കല്യാണിന്റെ യാത്രയുണ്ടായിരുന്നു. അന്നത് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അന്ന് ഇടതുമുന്നണിയും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്ന മുന്നണികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ കാലം വരുത്തി വെച്ച ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആ മാറ്റം പവൻ കല്യാണിന് ഗുണമായി ഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ ഇപ്പോൾ ഈ ആന്ധ്ര എന്ന് പറയപ്പെടുന്ന സംസ്ഥാനത്ത് ഉപമുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? ചന്ദ്രബാബു നായിഡുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഒപ്പം അമിത്ഷായെയും നരേന്ദ്രമോദിയൊക്കെ പ്രീണിപ്പിക്കുവാനും കഴിഞ്ഞു. അങ്ങനെ ഹിന്ദുധർമ്മത്തെയും BJPയെയും RSSനെയും ഒക്കെ പ്രീണിപ്പിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടത്തുകയും അതിൽ ഗുണം കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് പവൻ കല്യാണിന് ഈ സനാതന ധർമ്മത്തെ ഇനി പുകഴ്ത്താതിരിക്കാൻ കഴിയില്ല. കാരണം അമിത്ഷായെയും നരേന്ദ്രമോദിയെയും വാഴ്ത്തിപ്പാടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ പവൻ കല്യാൺ ഇനിയും ഇത്തരത്തിലുള്ള സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള വാർത്തകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉദയനിധി സ്റ്റാലിനെ പോലുള്ളവർ അതിനെ എതിർത്തുകൊണ്ടു.